ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്പോർട്സാണ് ലഹരി എന്ന പദ്ധതിയുടെ ഭാഗമായി ആര്യാട് ഡിവിഷനിൽ ആരംഭിച്ച കനോയിങ് കയാക്കിംഗ് ബോട്ടുകൾ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക ജനതയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വലിയ ഇടപെടലുകൾ നടത്താനാകുമെന്ന് കൃഷി മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്പോർട്സാണ് ലഹരി പദ്ധതിയുടെ ഭാഗമായി ആര്യാട് ഡിവിഷനിൽ ആരംഭിച്ച കനോയിങ് കയാക്കിംഗ് പരിശീലനത്തിനായി വാങ്ങിയ ബോട്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്പോർട്സാണ് ലഹരി പദ്ധതിയിലൂടെ കനോയിങ് കയാക്കിംഗ് രംഗത്ത് ലോക ചാമ്പ്യന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1/4 കോടിയോളം രൂപ മുടക്കി ജില്ലാ പഞ്ചായത്ത് പരിശീലനത്തിന് ആവശ്യമായ ബോട്ടുകൾ വാങ്ങി നൽകിയിരിക്കുന്നത്. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കായികതാരങ്ങളെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് കനോയിങ് കയാക്കിംഗ് അസോസിയേഷന്റെ കീഴിൽ ഇവിടെ പരിശീലനം നേടുന്നത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹേന്ദ്രൻ ജേഴ്സി കൈമാറി. ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി അജിത് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആർ റിയാസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ജുമലത്ത് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അനുകരണീയമായ ഒരു മാതൃക കേരളത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. സ്പോർട്സാണ് ലഹരി എന്ന മുദ്രാവാക്യത്തിൻ്റെ കീഴിൽ നിരവധിയായ പരിപാടികളാണ് ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് കനോയിങ് കയാക്കിംഗ് പരിശീലനം എന്നുള്ളത്. അതിനാവശ്യമായ വള്ളങ്ങൾ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ച് ആ വള്ളങ്ങൾ ക്രമീകരിച്ച് നിരവധിയായ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ കുഞ്ഞുങ്ങളെല്ലാം ഈ വെമ്പനാട് കായലിൻ്റെ ഈ ഓളപ്പരപ്പിൽ തുഴയെറിഞ്ഞ് കനോയിങ് കയാക്കിംഗ് പരിശീലനം നേടുമ്പോൾ സ്പോർട്സാണ് ലഹരി എന്ന ആ മുദ്രാവാക്യത്തിന് കീഴിൽ ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യം വച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് രാജ്യത്തിന് പുറത്തും ലോകത്തിന് മുമ്പിൽ പോലും അവതരിപ്പിക്കാൻ പറ്റുന്ന ഉജ്ജ്വലങ്ങളായ കായിക താരങ്ങളെ വാർത്തെടുക്കണം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഒളിമ്പിക്സിലടക്കം ഈ കനോയിങ് കയാക്കിംഗ് മത്സരമുണ്ട്. മറ്റ് വിവിധങ്ങളായ മത്സരങ്ങൾ കനോയിങ് കയാക്കിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ നിന്ന് ഈ രംഗത്തേക്ക് ലോക ചാമ്പ്യന്മാരാവാൻ പറ്റുന്ന ആൾക്കാരെ വാർത്തെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് തന്നെ ഏതാണ്ട് 1/4 കോടിയോളം രൂപ അതിനുവേണ്ടി മുടക്കുകയും അതിനാവശ്യമായ വള്ളങ്ങൾ മുഴുവൻ സ്വന്തമാക്കുകയും ചെയ്തത്. വേറെ ഏതെങ്കിലും സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു ജില്ല ഏതെങ്കിലും സംഘടനയ്ക്ക് അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക് ഇത്രയും വള്ളങ്ങളില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് 1-2 വള്ളങ്ങൾ തയ്യാറാക്കിയിട്ട് ഞങ്ങൾ ആ പരിപാടി തുടങ്ങുന്നു എന്ന് പറയല്ല ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ചെയ്തത്. അതിനാവശ്യമായ പരിശീലനത്തിന് വേണ്ടിവരുന്ന അത്രയും വള്ളങ്ങൾ ക്രമീകരിച്ച് നമ്മുടെ നാട്ടിലെ ഒരു യുവതലമുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് നല്ല പരിശീലനം കൊടുത്ത് രാജ്യത്തിന് പുറത്തും ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന കായിക താരങ്ങളാക്കി അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇത്രമേൽ വലിയൊരു പരിപാടി ഏറ്റെടുത്ത അത് വിജയകരമായി നടപ്പിലാക്കുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിനെ ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. ഒരു വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കനോയിങ് കയാക്കിംഗ് പരിശീലന പരിപാടിയുടെ ഔപചാരികമായ തുടക്കം ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിനെ അതിൻ്റെ അധ്യക്ഷ ശ്രീമതി കെ ജി രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ റിയാസ് അടക്കമുള്ള എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻകൈയിൽ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നത് കാട്ടിക്കൊടുക്കുകയാണ്. ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നത് പ്രാദേശിക ഭരണകൂടങ്ങളാണ്. ആ പ്രാദേശിക ഭരണകൂടങ്ങൾ പ്രാദേശിക ജനതയെ എങ്ങനെയെല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്ന കാര്യത്തിലുള്ള വലിയ ഇടപെടൽ നടത്താൻ അവർക്ക് കഴിയും. അത് ആ ഒരു വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ചും രൂപപ്പെടുത്തിയെടുത്തത്. അതിൻ്റെ ഭാഗമായി ഈ രംഗത്തേക്ക് കടന്നു. വികസനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂടി ചേരുന്നതാണ് എന്ന് ജില്ലാ പഞ്ചായത്ത് കാട്ടിക്കൊടുക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു.